to us അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. and make us hear your voice. ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തെ പരിശുദ്ധാത്മാവ് May പ്രാർത്ഥിക്കുന്നു. Holy Spirit give us an experience that we cannot ever forget. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. കർത്താവേ, We together seek your face. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. കർത്താവേ, ഇന്നൊരു ദൈവിക ഇടപെടലിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. Let all of you pray in this moment and ask God that God would today do something great in our midst. ഞങ്ങളുടെ വചനത്തിലൂടെ, അങ്ങയുടെ പ്രവചന ശബ്ദത്തിലൂടെ, അങ്ങയുടെ അത്ഭുതങ്ങളിലൂടെ ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. Through your word, through your prophetic voice and through your miracles, please talk to us. ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളുടെ മേലും ഇവിടെ വെളിപ്പെടുന്ന അതേ ദൈവത്തിൻ്റെ സാന്നിധ്യവും മഹത്വത്താലും അങ്ങ് സ്പർശിക്കണമേ. Those who are watching us from different parts of the world, the same presence and same glory that is present here, may you touch with them also. ഞങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. We pray just like that. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. Amen. പ്രാർത്ഥനയോടെ സ്ഥലങ്ങളിൽ ഇരിക്കാവുന്നതാണ്. With prayer you all can be seated in your place. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for yet another opportunity that God has given all of us to be together. ഇപ്പോൾ ഞങ്ങളെ ലൈവിലൂടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും, പ്രത്യേകിച്ച് ഈ യൂട്യൂബിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. All the children of God who are watching us through online, especially through YouTube, around hundreds of people are watching us. ചില രാജ്യത്ത് ചിലർക്ക് ഇതൊരു സഭായോഗം തന്നെയാണെന്ന് എനിക്കറിയാം. And I realize for some of you who are watching us in a certain nation, for you this is like a Sunday service for you. കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ചില ഗ്രൂപ്പുകളായിട്ടിരുന്നാണ് ഈ സഭായോഗം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. From Canada, from USA and from Australia, there are people who have gathered in groups to watch this service. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ, ഇന്ന് ഇവിടെ പുറപ്പെടുന്ന വചനങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കട്ടെ, നിങ്ങൾക്കുള്ളത് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. May God bless you abundantly, and the words that are spoken and declared here, may it become a seasoned words for you. അടുത്ത മണിക്കൂറിൽ ഞങ്ങളെ വീണ്ടും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. And those who will watch us in the next hours through the social media means, may God bless you also. കൊച്ചിയിൽ നടക്കുന്ന ആരാധനയിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നത്. കുറേ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ലൈവിൽ വന്നിട്ട് കുറേ ആഴ്ചകൾക്ക് ശേഷമാണ് നിങ്ങൾ കാണുന്നത്. ഇത് കൊച്ചിയിൽ നിന്നുള്ള ആരാധനയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. After many weeks I have come to this live service. You all who are watching us, we welcome you to the Ernakulam Grace Family Church's Sunday service. ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നവർ ബുദ്ധിമുട്ടരുത്. 1000-ഓളം പേർ ഇപ്പോൾ യൂട്യൂബിൽ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. And those who are seated, I want to tell all of you that around thousands are watching us through YouTube. ഞാൻ ഇപ്പോൾ നമ്മുടെ മീഡിയ ടീം ശ്രദ്ധിച്ചിട്ട് പറയായിരുന്നു, നമ്മുടെ പേര് എഴുതിക്കൊണ്ട് ഈ ലൈവ് വരുമ്പോൾ അത്ര ഒരു ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ ഇത് 50,000, 25,000, 9,000 പേരാണ് കാണുന്നത്. വലിയൊരു ഇവിടെ ഇരിക്കുന്നതിൻ്റെ പല മടങ്ങ് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് ഈ സർവീസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. Our media team was telling to me that more than people who are attending, like around 50,000 in a day's time will watch our YouTube Sunday service, and such a great crowd is noticing and watching us. ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ യൂട്യൂബിൽ കാണല്ലേ, നിങ്ങൾ വെളിയിലുള്ളവരോടാണ് ഞാൻ പറയുന്നത്. So those who are seated, I'm telling
to those who are outside, not for you who are seated here to watch through YouTube. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷകൾക്ക് ആദ്യമായി വന്നിട്ടുള്ള സഹോദരങ്ങളുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്താമോ? ആദ്യമായി വന്നവർ, If you have come to our service for the first time, can you raise your hands? കരമൊന്ന് ഉയർത്താമോ? Can you raise your hands? ദയവായിട്ട് ആ സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും? And if you can rise up to your feet, we would like to welcome you. വാ, കരങ്ങൾ അടിച്ച് Can we clap our hands and welcome them? ചെയ്താട്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രയർ കാർഡ് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിട്ടാനുള്ളവരൊന്ന് കര ഉയർത്തിയാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അത് തരുന്നതായിരിക്കും. I believe that you have received a prayer card. If you haven't received, if you raise your hands now, we will like to give it to you. ഈ ആദ്യമായി വന്ന സഹോദരങ്ങൾക്ക് ആയിട്ട് പ്രിയ ബെൻ അച്ഛൻ ഇപ്പോൾ മുമ്പിലേക്ക് വന്ന് പ്രാർത്ഥിക്കും. ഈ അടുത്ത് നിൽക്കുന്ന സഹോദരങ്ങൾ അവർക്ക് മീതെ കരമൊന്ന് ഉയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ കർത്താവ് ഇവരെ സ്പർശിക്കേണ്ടതിനായി ഇവരോട് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതിനായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Amen. നമ്മ പ്രാർത്ഥിക്കാം. Just reach out your hand towards the person who is next to you. അവരുടെ മേലുള്ള ദൈവം ഒരു വലിയ ഒരു കാര്യം ഇന്ന് നടത്തണം, പ്രവർത്തിക്കണം, അവരുടെ പ്രശ്നങ്ങൾ മാറി പോരണം. In the name of Jesus, I command that the angels of God will minister to them right in this meeting, Lord. ആനന്ദ അവളുടെ ദൈവത്തിലെ വചനത്തെ കേൾക്കുമ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ. അവളുടെ പാവങ്ങൾ മന്നിക്കപ്പെടട്ടെ കർത്താവേ. അവളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ശക്തി ഇവ വ്യാപരിക്കുന്നത് ഞങ്ങൾ ജപിക്കുന്ന കർത്താവേ യേശുവിൻ വലിയ നാമത്തിൽ. ആമേൻ. ആമേൻ. പ്രാർത്ഥനയുടെ സ്ഥലങ്ങളിൽ ഇരിക്കാവുന്നതാണ്. അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷ. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I want and I pray that this service be a great blessing to all of you. ഈ യൂട്യൂബിൽ ഒത്തിരി ആളുകൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഏത് രാജ്യത്താണ് ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നതെന്ന് ഞങ്ങൾക്കും അറിയാൻ ആകാംക്ഷയുണ്ട്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. ദയവായിട്ട് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പറ്റുന്നവർ, വാഹനങ്ങളിലൊന്നും അല്ലാത്തവർ ദയവായിട്ടൊന്ന് ടൈപ്പ് ചെയ്യുകയോ ഞങ്ങളുടെ വാട്സപ്പ് മെസ്സേജിൽ അതിനകത്ത് നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാണ് ഇത് ശ്രദ്ധിക്കുന്നതെന്ന് മെസ്സേജ് അയച്ചാൽ നല്ലതായിരിക്കും. If you are watching us through YouTube and if you are not driving at this moment, you can tell us from which nation or which country you are watching us from. It will be really a great joy to know from where all people are watching us. You can either message or comment in YouTube or else you can drop a message in our WhatsApp. ഒരു മിനിറ്റ് വോയിസ് ഒന്ന് കട്ട് ചെയ്യണം. നിങ്ങളിത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ പറയേണ്ട ഒരു ചെറിയ കാര്യം.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. May God bless you. ഇന്ന് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഒരു വചനഭാഗത്തേക്ക് പോവുകയാണ്. Today we are going to enter into a word that God has given me in my heart. ഇതിനകത്ത് നമ്മെ കർത്താവ് അനേകർക്കൊരു അടയാളമാക്കാൻ പോവുകയാണ്. God is going to make us a sign to many. എൻ്റെ കൂടെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവർ ഒന്ന് ശബ്ദം ഉയർത്തി If you believe it just like that, can you raise your voice and praise Lord ഒന്ന് Jesus? കർത്താവിനെ സ്തുതിച്ചാട്ട് ശബ്ദം For ഉയർത്തി. a moment, praise Lord Jesus. കർത്താവ് നിന്നെ ഒരു അടയാളമാക്കാൻ പോവുകയാണ്. Lord is going to make you a sign. നിന്റെ കുടുംബത്തെ ദൈവം ഒരു അടയാളമാക്കാൻ പോവുകയാണ്. Lord is going to make your family a അവൻ sign. നന്മകളുടെയും സൗഖ്യത്തിന്റെയും ഉയർച്ചയുടെയും ഒക്കെ അടയാളമാക്കി നിന്നെ ദൈവത്തിന് മാറ്റാൻ ഈ ദിവസങ്ങളിൽ പലതിന്റെ ഇടയിൽ നിന്നെ സൈനാക്കി നിർത്താൻ പോകുന്നു. For blessing, for goodness, and for health, God is going to make you a sign and make you as the center of many things. ഞങ്ങളെ ലൈവിൽ ശ്രദ്ധിക്കുന്ന ചിലരെ കർത്താവ് അടയാളമാക്കി നിർത്താൻ പോകുകയാണ്. Many of you who are watching us in live, I want to tell you പറ്റുമെങ്കിൽ ഒന്ന് രണ്ട് that you പേരോടെങ്കിലും are going ഒന്ന് to തൊട്ടിട്ട് become അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞാട്ട് ദൈവം നിന്നെ ഒരു സൈനാക്കി നിർത്താൻ a പോകുകയാണ്. sign. Look at the nearby person, look them in their face and tell that you're going to become a sign. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വചനം. Luke chapter 11 verse 30. യോന നിനവെക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും ആകും. Just as Jonah became a sign to the people of Nineveh, so will the Son of Man be to this generation. യോന അടയാളമായതുപോലെ ഞാൻ അതിനെ ഒരു പ്രവചനാത്മാവിൽ പറയുകയാണ്. നീയും നിന്റെ കുടുംബവും ഈ തലമുറയ്ക്ക് ദൈവത്താലുള്ള സൈനാകാൻ പോകുന്നു. For as Jonah was a sign unto the Ninevites, so shall you and your family as a prophetic word I declare you all. ഈ യേശുവിനെ കുറിച്ച് റോമാലേഖനത്തിൽ പറയുന്നത് യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. In the epistle of Romans regarding Jesus, it is written in this way: Jesus has been made publicly a spectacle. പൊതുവിൽ നിർത്തിയിരിക്കുകയാണ്. He has been made a public spectacle. പാപത്തിന്റെ പരിഹാരത്തിന്റെ പരസ്യമാണത്. He is a public spectacle for the atonement of sin. മരണത്തെ തോൽപ്പിച്ച പരസ്യമാണത്. He is a public spectacle as the one who has defeated ശാപത്തെ death. മാനവകുലത്തിൽ നിന്ന് മാറ്റുന്നതിന്റെ പരസ്യമാണത്. He is a public spectacle as the one who has removed the curse from the ഇന്ന് mankind. പകലിൽ അത് യേശുവിനെ മാത്രമല്ല അബ്രഹാമിനെ ദൈവം വിശ്വാസത്തിന്റെ അടയാളമാക്കി വെച്ചതുപോലെ ബൈബിളിൽ ദൈവം വിളിച്ച ഒത്തിരി പേരെ ഇങ്ങനെ സൈനാക്കാൻ വേണ്ടി വിളിച്ചവരുണ്ട്. Not just Jesus, but also in Bible there are characters who have become a sign, as Abraham was a sign for faith. കർത്താവിനോട് പറയുന്നത് ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ നമ്മെ ഗ്രേസ് ഫാമിലിയെ അവൻ സൈനാക്കുവാൻ പരസ്യമായി വിളിച്ചിരിക്കുന്നു. He has called us to become a public sign to people, those who are seated here, who are part of Grace family. പിശാചിനെ കുറിച്ച് പറയുന്നത് പിശാചിനെ അവൻ തോൽപ്പിച്ച് പരസ്യമായി നിർത്തിയിരിക്കുന്നു. Regarding enemy or Satan is written that he has been defeated and made a public spectacle. യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പിശാചിനെ തോൽപ്പിച്ച് പരസ്യമായി നിർത്തിയിരിക്കുന്നു. നിന്നെയും അവൻ സൈനാക്കി അടയാളമായി പരസ്യമായി നിർത്താൻ പോകുന്നു. Jesus is publicly showcased. Satan is publicly showcased as the one who is defeated, and Jesus is going to make you a public showcase to be a sign for people. യോന നിനവക്കാർക്ക് ഒരു അടയാളമായിരുന്നു. Jonah was a sign for the Ninevites. ഈ ബൈബിളില്
ഈ യോനയുടെ പ്രവചന പുസ്തകത്തെ ചെറിയ പ്രവാചകന്മാരുടെ ബുക്കിനകത്താണ് വെച്ചിരിക്കുന്നത്. Jonah was one of the minor prophets in Bible. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ യിരെമ്യാവിന്റെ പ്രവചനം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 52ഓളം അധ്യായങ്ങളുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം എന്ന് പറയുമ്പോൾ 66ഓളം പ്രവചനങ്ങളുണ്ട്. 66 അധ്യായങ്ങളുണ്ട്. യെഗസ്കേലിന്റെ എത്ര 48 എത്രയാണ്? അങ്ങനെ എല്ലാം പേജ് വൈസ് അധ്യായം വൈസ് ഇത് ഒത്തിരി വലുതാണ്. ദാനിയേല് അവരുടെ ഇതൊക്കെ ഒത്തിരി അധ്യായം ബേസ് ഒത്തിരി വലുതാണ്. The prophets like Jeremiah, Isaiah and Ezekiel and also Daniel, they have more number of chapters and more number of pages in their prophetic book. ഈ യോനയുടെ പ്രവചന പുസ്തകത്തിന്റെ പ്രത്യേകത അതിനകത്ത് ഈ എന്താ പറയുന്നത് 4 അധ്യായമേ ഉള്ളൂ. അതിനകത്ത് പ്രവചനം വളരെ കുറവാണ്. In the book of Jonah, you will see that it has only 4 chapters, and in that 4 chapters, prophecies are also very few. സത്യത്തിൽ നമ്മൾ അത് വായിച്ചാൽ യോനയുടെ പ്രവചന പുസ്തകത്തിൽ പ്രവചനം എന്ന് പറയുന്നത് ഒറ്റ വരിയേ ഉള്ളൂ. And if you carefully read the prophetic book of Jonah, you will only find one line of prophecy. ഇദ്ദേഹത്തിന്റെ പ്രവചനം എന്ന് പറയുന്നത് നിനവെ നശിക്കാൻ പോകുന്നു. The prophecy that he had was that Nineveh is gonna vanish or be destroyed. ഇതാണ് പ്രവചനം. This is the prophecy. ബാക്കിയെല്ലാം ചരിത്രമാണ്. ഇദ്ദേഹം പോകുന്നത്, വരുന്നത്, കടലാന തിമിംഗലത്തിന്റെ വയറ്റിൽ കിടക്കുന്നത്, തുപ്പുന്നത്, നിനവേക്കാരുടെ ചരിത്രമാണ് മൊത്തം. പ്രവചനം നിനവെ നശിക്കാൻ പോകുന്നു എന്നത് മാത്രം ചെറിയ കണ്ടന്റാണ് പ്രവചനം. പക്ഷേ ഈ യോന പ്രവാചകന്മാരുടെ ലിസ്റ്റിൽ പോയി വീണിരിക്കുകയാണ്. And Jonah, the rest of the chapters in Jonah would describe of the story of Jonah, what all happened with him, but only one line is there of a prophecy, which is that Nineveh is going to perish, and still he became part of the list of prophets. ചെറിയ പ്രവചനം. And it was a small prophecy. ഒരു ചെറിയ ഒരു സെന്റൻസ് മാത്രമേ ഉള്ളൂ പ്രവചനം. Only one sentence was there in that book, which is a prophecy. ഏറ്റവും രസകരമെന്ന് പറയുന്നത് പുള്ളി പ്രവചിച്ചൊന്നും നടന്നില്ല. And the most interesting part of this prophecy is that even that prophecy was not fulfilled. നിനവെ നശിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു അവരെല്ലോടെ മാനസാന്തരപ്പെട്ട് എല്ലാവരോടും അങ്ങ് ഉപസിച്ചു. ആ സാധനം അങ്ങ് മാറിപ്പോയി. പുള്ളി പ്രവചനം നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നോക്കിയിരുന്നു. സംഗതി നടന്നില്ല. And when he prophesied that Nineveh is going to perish, the people fasted and prayed, and that did not happen, and he was expecting it to fulfill, but even that did not come to pass. പ്രവചിച്ചത് ചെറുതാണ്, പ്രവചിച്ച സംഭവം നടന്നിട്ടുമില്ല. പക്ഷെ എന്നിട്ടും യോന സൈനായി. So this is what I want to bring to your attention, is that he prophesied a little thing, it did not happen, but still he became a sign. ഒരു തലമുറയുടെ അടയാളമാക്കി ഈ മനുഷ്യനെ ദൈവം മാറ്റി. God turned this man to become a sign for a generation. എനിക്ക് മനസ്സിലായി ഇതിനകത്ത് നമ്മുടെ വലിയ പെർഫോമൻസ് അല്ല ദൈവം സൈനാക്കുന്ന അടിസ്ഥാനം. So the criteria to make someone a sign is not how much well you performed. 66 പുസ്തകങ്ങൾ പ്രവചിച്ച യെശയ്യാവിന് മാത്രമല്ല, അല്ലെങ്കിൽ 58 പ്രവചിച്ച ആളിന് മാത്രമല്ല, 48 പ്രവചിച്ചവർക്ക് മാത്രമല്ല, പ്രവചിച്ച കാര്യം നടന്നില്ലേ പോലും അവൻ പ്രവാചകനായി ഒരു തലമുറയുടെ അടയാളമായി നിൽക്കുകയാണ്. So it doesn't matter how many chapters you have prophesied, be it 48 or 66, but even if your prophecy did not fulfill, God has turned a person to be a sign of a generation. പുതിയ നിയമത്തിൽ in the New Testament, ഏകദേശം 10ഓളം തവണ, around 10 times, ഈ യോനയുടെ കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. regarding Jonah has been repeatedly told. പഴയ നിയമത്തിലെ ഒരു പ്രവാചകന്റെ പേര് യേശു ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഈ യോനയുടെ പേരാണ്. And a prophet from Old Testament which is most spoken by Jesus is Jonah.
ജോനയുടെ കാര്യം യേശു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. And Jonah has been repeatedly being spoken of. ഏതാ മനുഷ്യപുത്രൻ യോനയുടെ എന്താ 3 രാവും 3 പകലും ആ കടൽ മത്സ്യത്തിന്റെ വായിൽ ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യേശു ഇങ്ങനെ നമ്മുടെ പത്രോസിനോട് പറയുമ്പോൾ ഞാൻ താക്കോല് തരുന്നെന്ന് പറയുമ്പോൾ ഈ പത്രോസിനോട് പറയുമ്പോൾ ഒക്കെ ആയി ഇതിങ്ങനെ ഈ പേര് ഇങ്ങനെ ആവർത്തിച്ച് കയറി വരുന്നതായിട്ട് കാണാം. We see that when Jesus was talking, he would use the story of Jonah again and again, just as Jonah was in the stomach of the fish for 3 days and 3 nights. In the same way the Son of Man will. And when he was talking about handing over the keys to Peter, there also he mentioned the name Jonah. പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞ ഒരു നമ്പർ 1 പിന്മാറ്റം കൊണ്ടാണ് തുടങ്ങുന്നത്. And when we note the story that is of Jonah, you will see that he is a backslider. പക്ഷെ ഒടുക്കം കർത്താവ് ഈ മനുഷ്യനെ അടയാളമാക്കിക്കൊണ്ടാണ് കഥ കൊണ്ട് തീർക്കുന്നത്. But at the end we see that this man is turned into a sign and ending his story. ഇതിനകത്ത് അങ്ങനെയുള്ള ചിലരോട് കർത്താവ് പറയുന്നു, നിന്റെ കഥ തീർന്നിട്ടില്ല, പരാജയപ്പെട്ട് പിന്മാറിയ സ്ഥലത്ത് നിന്ന് നിന്നെ ഒരു സൈനാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. To some of you who are seated here, your story has not ended. God, in the place where you have been defeated, God is going to turn you to become a sign and continue your story. ഞാൻ വീണ്ടും പറയുന്നു, ഇതിനകത്ത് ചിലർക്ക് നന്മയുടെ അടയാളങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. I want to tell and repeat this again to some people here. The sign of goodness is going to be visible to you. സങ്കീർത്തനം 86:17 പറയുന്നത്, എന്നെ കണ്ട് എന്റെ ശത്രുക്കൾ എന്നെ കണ്ട് ലജ്ജിച്ച് അങ്ങനെ എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായിട്ട് അവൻ അടയാളങ്ങളുടെ ദൈവം, അവൻ നന്മയുടെ അടയാളങ്ങൾ ചെയ്തു തരാൻ പോകുന്നു. So he's gonna show me a sign of your favor. He's gonna show us a sign of favor for all of us. Show me a token for good. 1-2 പേരുടെ കയ്യിലെങ്കിലും തൊട്ടെന്ന് പറഞ്ഞാൽ നന്മയുടെ അടയാളം വരാൻ പോകും. Touch at least 2 or 3 people and tell, sign of favor, sign of goodness God is going to do in your life so that your enemies be put to shame. മാർച്ച് മാസത്തിൽ തന്നെ നന്മയുടെ അടയാളം വരാൻ പോകും. When I'm saying this is going to happen in the month of March itself. ഈ മാർച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ദൈവം നിന്നോട് പറഞ്ഞ ചില പ്രോമിസുകളുടെ അടയാളങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. Before the month of March finishes, the promises that God has told you, God is going to give signs for that. യോനയോട് ദൈവം ഇടപെടുകയാണ്. And here we see that God is talking to Jonah. മഹാനഗരമായ നിനവെക്കെതിരെ പോയി പ്രസംഗിക്കാൻ. Go and preach against the great town of Nineveh. യോനയോട് ദൈവം സംസാരിക്കുകയാണ്. God is talking to Nineveh. യോന ദൈവശബ്ദം കേട്ടിട്ട് നിനവയ്ക്ക് പോകാതെ വണ്ണം ഒരു ക്രൂസ് ബുക്ക് ചെയ്ത് തർശീഷിലേക്ക് പോവുകയാണ്. So Jonah, having heard the message from God, instead of going to Nineveh, he booked a cruise and started going towards Tarshish. നേരെ ഓപ്പോസിറ്റിൽ സഞ്ചരിക്കുക. He started to travel opposite direction. ഞാനിത് പറയുമ്പോൾ ഒത്തിരി മുഖങ്ങൾ ചിരിക്കുന്നു, കാരണം ജോനയാണെന്ന് അവർക്ക് തന്നെ പ്രവചിക്കാതെ മനസ്സിലാകുന്നു. When I'm saying this, many of you are smiling. It's because without even prophesying, you have realized that you are the Jonah. ഒരുത്തന്റെ മണ്ടയ്ക്ക് ഒരു പ്രോജക്റ്റ് വെച്ചാൽ അവന്റെ പുറകെ കൂടുന്നവനാണ് നമ്മുടെ ദൈവം. The speciality of our God is that if God has seen you for a certain purpose and project, He will come after you. He will chase after you. ചിലര് പറയാറുണ്ട് പകരം ആളെ എടുക്കുന്ന. എനിക്കറിയില്ല, നമ്മുടെ കർത്താവിന്റെ സ്വഭാവം അങ്ങനെ പകരം ആളെ എടുക്കുന്ന പരിപാടിയല്ല. Some would preach that He would take someone else instead of you.
But I do not know അവൻ our Lord. പോയിട്ട് വരുന്നത് വരെ ആ പ്രോജക്റ്റുമായിട്ടിരിക്കും. അവന്റെ കയ്യിൽ നിന്ന് തന്നെ പൂർത്തീകരിച്ചിട്ട്. അതുകൊണ്ട് യേശു God is സ്വർഗീയ waiting for പിതാവിന്റെ him to കഥ return. പറയുമ്പോ പറയാം, മുടിയൻ പുത്രൻ വീട് വിട്ടിറങ്ങിപ്പോയി എങ്കിൽ പിന്നെ മൂത്തവനെ വെച്ച് പ്രോജക്റ്റ് അവസാനിപ്പിക്കാനല്ല, അവൻ വരുന്നത് വരെ ഈ പദ്ധതി പൂർത്തീകരിക്കാതെ. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഞാൻ നിനവയിലേക്ക് പോകാൻ അടുത്ത ജോനയെ തെരഞ്ഞെടുക്കുന്നവനല്ല എന്റെ ദൈവം. Send the message to തർശീശിലേക്ക് Nineveh. തിരിഞ്ഞു പോയവനെ തിരിച്ചു കൊണ്ടുവന്ന് God is not അവനെ using കൊണ്ട് തന്നെ ആ പട്ടണത്തെ മാറ്റാൻ ഉപയോഗിക്കാൻ പോകുന്നു. another Jonah, but instead he's waiting for Jonah to return from Tarshish, using him alone to prophesy and declare the message that he wants to declare to the place of Nineveh. ഒന്നൊരു രണ്ട് പേരെങ്കിലും തൊട്ടിട്ട് പറയാം, പ്രോജക്റ്റ് മാറ്റുന്ന പരിപാടിയേ ഇല്ലെന്ന് പറയാം. Touch one or two people and tell that he does not change his purpose. He doesn't change his project without you. കർത്താവിന്റെ കയ്യിൽ ഒത്തിരി ആളുകളുണ്ടല്ലോ. ഒരുത്തൻ പോയെന്നവരെങ്കിൽ പിന്നെ പൊക്കോട്ടെ, അവൻ അവന്റെ വഴിക്ക് പൊക്കോട്ടെ. അടുത്തവന് ദൈവശബ്ദം കൊടുത്തിട്ട് നിന്നവിക്ക് കൊടുക്കുന്ന വിടുന്ന പരിപാടി അല്ല ഇത്. God has many people to use. God doesn't therefore use somebody else when you go away, but he waits for you. എന്നെ ലൈവിൽ കാണുന്ന ചില പിന്മാറ്റത്തിന്റെ മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറഞ്ഞു, നിന്നെ കുറിച്ചുള്ള ആ പ്രോജക്റ്റിൽ നിന്ന് ദൈവത്തിന് എങ്ങനെ മാറാൻ പറ്റും? Those who are watching me നീ online, അല്പം ഉഴപ്പിയാലും even if you are lazy and you are നിന്നെ backslidden, തിരിച്ചു കൊണ്ടുവന്ന after bringing അവന്റെ you back സ്നേഹം നിന്നെ തിരിച്ചെത്തിച്ച് and after making you ഈ realize his love, തലമുറയുടെ ദൈവശബ്ദം ആകാൻ so that you may become the voice of God for this generation. പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. Holy Spirit is talking ലൈവിൽ to me. കാണുന്ന ചില സഹോദരൻ ജോൺ എന്ന പേരുമായി ബന്ധപ്പെട്ട A ഒരു brother whose വ്യക്തിയുടെ name മേൽ is John, വീണ്ടും upon that person ദൈവ again, സാന്നിധ്യം, വീണ്ടും ദൈവമഹത്വം, വീണ്ടും ദൈവിക എൻകൗണ്ടറുകൾ presence of നിനക്ക് God, സംഭവിക്കാൻ പോകുകയാണ്. encounters of God will happen in your life. സത്യത്തിൽ ഈ യോനയോട് പോയി നിനവേ പ്രസംഗിക്കാൻ പറഞ്ഞാൽ നമുക്കിത് ഇവിടെ ഇരുന്ന് പറയുന്ന മൂഡിൽ അല്ല അത് എടുക്കേണ്ടത്. അന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യം നോക്കിയാൽ അങ്ങനെ പ്രസംഗിക്കാൻ പറ്റില്ല. If you look at the backstory of when Jonah was asked to go and preach to Nineveh, according to the political situation, it's not an easy thing to do. ഏറ്റവും ദുഷ്ടന്മാരായ രാജാക്കന്മാർ ഭരിച്ചിട്ടുള്ള സ്ഥലമാണ് നിനവേ. Nineveh was a place where most wicked kings reigned. ഈ ദിനവൃത്താന്ത പുസ്തകത്തിലൊക്കെ ഉണ്ട്, ഈ സെൻഹെരീബ് പോലെയുള്ള വലിയ ദുഷ്ടന്മാരായ ഭരണകർത്താക്കന്മാരുടെ സ്ഥലമാണത്. In the books of Chronicles, you will find that kings like Sanhedrin who would reign in these places, who are wicked and who are evil. എന്നുവെച്ചാൽ നമുക്കിത് മനസ്സിലാവാൻ വേണ്ടി പറയും, ഇതിനകത്ത് ഒരാൾക്ക് ഒരു ദർശനം ഉണ്ടാകുകയാണ്, പോയി ഏതാ, so that we all may understand in our context, if somebody here receives a message from God, യമനിൽ പോയി അവിടുത്തെ ISIക്കെതിരെ പോയി പ്രസംഗിക്കാൻ പറഞ്ഞാൽ പത്രം വായിക്കുന്നതും പോകത്തില്ല, അവനറിയാം വീട്ടിൽ വരാൻ പിന്നെ പറ്റില്ല. അതുപോലെ ഇരിക്കും ഈ യോനയോട് പറഞ്ഞത്. അതുപോലെ അത്രയും വലിയ ക്രൂരന്റെ നാട്ടിൽ പോയി പ്രസംഗിക്കാനാ പറഞ്ഞത്. യോനയ്ക്ക് ദൈവശബ്ദം വന്നപ്പോഴേ മനസ്സിലായി ഇത് സ്വന്തം പരിപാടിയാണ് നടക്കുന്ന കാര്യം, വീട്ടിൽ തിരിച്ചു വരാൻ പറ്റുന്ന സ്ഥലത്തല്ല വിടുന്നത്. So imagine the message is go and preach to ISI in Yemen. It's like you will realize that it's impossible to return back home. In the same way for Jonah also, it was a task in which he knew he wouldn't ever come back or return back to his house. എന്നാൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പുള്ളിക്ക് അറിയുകയും ചെയ്യാം. And he also knows that some or the other thing പറഞ്ഞ he must കാര്യം be, ചെയ്യാനുള്ള ധൈര്യവും ഇല്ല. but he doesn't have the courage to go and do it also. പുള്ളി പിന്നെ കിട്ടുന്ന വഴിയേ പോവുകയാണ്. But he is just going according to his flow. അങ്ങനെ ഈ മുമ്പോട്ട് പോകുന്ന കപ്പലിന്റെ അടിത്തട്ടി കിടന്ന് ഉറങ്ങിയാണ്. And the ship that was going, he went underneath it and he's sleeping there in the basement. പെട്ടെന്നൊരു വലിയ കാറ്റടിക്കുകയാണ്. All of a sudden a great wind hit the ship. ഈ കാറ്റ് ശാസിച്ച പോകുന്ന കാറ്റല്ല. So this wind is not a wind that will go away by just chastising it. ഈ കപ്പലിനകത്തുള്ളവരെല്ലാം അല്പം ഭക്തരായ ആളുകൾ, അവര് യഹോവയുടെ
മുഖം അന്വേഷിക്കുന്നവരാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അവരെല്ലാം ഭക്തർ, അവരെല്ലാവരും കാറ്റ് വന്നപ്പോഴേ അവർക്ക് മനസ്സിലായി ഇത് സാധാ കാറ്റല്ല, ഇത് കാരണമുള്ള കാറ്റാണ്. So those who were in the ship, they realized immediately this isn't a normal wind that they face normally when they go in ship, but this is a different, and they realize it has a reason behind it. ഞാൻ ആ 1-ാം അധ്യായമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതുകൊണ്ടാണ് വാക്യം വായിക്കാത്ത. പക്ഷെ ഇത് പറയുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് കേൾക്കുന്നവർക്ക് ഇത് ഒരു പിക്ചർ പോലെ ഹൃദയത്തിൽ വരാനാണ് ഇങ്ങനെ വിവരിക്കുന്നത്. I realize that newcomers are here. That is why I'm telling the story in this way. എന്നാൽ ഈ കാറ്റ് അങ്ങോട്ട് അടിച്ചു തുടങ്ങിയപ്പോൾ ഇവരെല്ലോടും ഇരുന്ന് അവരവരുടെ ദൈവത്തോട് പ്രയർ അങ്ങ് തുടങ്ങി. So when the wind was hitting them strongly, all of them started to call upon their own gods. എന്നിട്ട് ഒരു പ്രയർ ചെയ്തിട്ട് അവർ അവരെ പ്രാർത്ഥിക്കുന്നവരെല്ലാവരുടെ കൂടി പ്രയർ ചെയ്തു. അതിനകത്ത് ഈ അസ്ട്രോളജിയും പിന്നെ ഭാവി പറയുന്നതും ഒക്കെ ഈ പ്രയറിനകത്തൊക്കെ ഉണ്ട്. അവരെ എങ്ങനെയോ അതിനകത്ത് ഒരു ചീട്ടിടിയിൽ സംവിധാനമാണ്. ഈ സംഗതി ചീട്ടിട്ടപ്പോൾ ഇത് യോനയ്ക്കാണ് അടിച്ചേക്കുന്നത്. So those who were prayed, eventually they did a lot, picked up a chit, and it fell on the name of Jonah. അവരുടെ ആ പ്രാർത്ഥനയും അവരുടെ സംവിധാനത്തിലും അല്ലേ, എത്രാമത്തെ വാക്യമാണ് അവർ They cast lots and the lot fell upon Jonah. അത് തെറ്റിയില്ല കേട്ടോ. അവരാ ചെയ്ത സാധനം കൃത്യമാണ്. അവര് പരിശുദ്ധാത്മാവ് ചെയ്തൊന്നുമല്ല, സംഗതി കൃത്യമാണ്. They did not do it in Holy Spirit, but it fell on the right person. ഈ ഇപ്പുറത്തെ സൈഡിൽ ദൈവിക പ്രൊഫറ്റിക്കൽ മണ്ഡലം മേഖല ഓപ്പറേറ്റ് ആകാതിരിക്കുന്നിടത്തോളം കാലം ഈ സൈഡിലെ ചീട്ട് പരിപാടി വർക്കായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായെങ്കിൽ യോനയുടെ കേസ് മാത്രമല്ല പറയുന്നത്. As long as one side, the divine prophecy and divine prophetic does not work, the other side, the evil side, will continuously perform and do well. ഇത് മനസ്സിലാകാതെ ഇങ്ങനെ ഇല്ലെന്ന് പറയരുത്. ഇത് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്ത് അധികാരങ്ങളിലെത്താം, വർധനവുകളിലെത്താം. ഇത് കൃത്യം ഓപ്പറേറ്റ് ചെയ്യുന്ന ആദർശ മേഖല ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുകയാണ്. In this side there is an invisible word which can accurately help people to get to the place they were. അവർക്ക് ഈ സംഭവം ഒരു കാരണം ഉണ്ടാകുമ്പോൾ, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഏത് കാരണത്തിലേക്കാണ് പോകേണ്ടതെന്ന് കൃത്യം അറിയാം. They could realize when a certain thing happened to find the reason behind it. നടക്കുന്നതിന്റെ കാരണം യോനാജൻ ഉറക്കമാണ്. പുള്ളിയാണ് പ്രോഫറ്റ്. പുള്ളി ഇവിടെ ഉറങ്ങുകയാണ്. The reason why they are able to do it is because prophet Jonah is sleeping here. അവരുടെ പ്രാർത്ഥനയും അവരുടെ സംവിധാനത്തിലെ ആ സമർപ്പണത്തിനകത്ത് അവർക്ക് വെളിപ്പെടുന്ന ലോകമുണ്ട്. So in their system, in their ritual and in their prayer, they are able to see through the invisible world. അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്തു. യോനയ്ക്ക് വീണു. കറക്റ്റ് അടുത്തത് യോനയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ യോന തന്നെ പരിഹാരം പറഞ്ഞു കൊടുത്തു. എന്നെ എടുത്ത് വെളിയിലോട്ടം കളഞ്ഞേക്കാൻ പറഞ്ഞു. And in that it fell on Jonah, and Jonah immediately said, just pick me and throw me into the sea. എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. Cast me into the sea, so shall the sea be calm unto you. അപ്പോൾ സമുദ്രം അടങ്ങുമെന്ന് പറഞ്ഞു. And he said that in that very moment the sea will be calm. ഞാൻ നിമിത്തമാണ് ഈ വലിയ പ്രശ്നം ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. I know that for my sake this great tempest is upon you. ഇദ്ദേഹത്തെ എടുത്ത് വെള്ളത്തിൽ ഇടുന്നു. And then we see that this man is dropped into the sea. ദൈവം കൽപ്പിച്ചാക്കിയ ഒരു മത്സ്യം പാർക്കിംഗ് ഗ്രൗണ്ടിലുണ്ട് അവനെ വിഴുങ്ങാൻ വേണ്ടി. And there is another fish waiting to swallow him. ഈ മത്സ്യം ഇദ്ദേഹത്തെ വയറ്റിലേക്ക് ഇടുന്നു. And this fish would swallow the Jonah. എനിക്ക് മനസ്സിലായത് ദൈവം കൽപ്പിച്ചാക്കിയിരുന്നു. There we see that Lord had commanded and prepared a great fish to swallow up Jonah. കൽപ്പിച്ചാക്കിയിരുന്നു. The fish was commanded. 2:10 വായിക്കുന്നു, ഈ യോനയെ വീണ്ടും കൊണ്ടുവന്ന്
ഛർദ്ദിച്ച് കളയുവാൻ, തുപ്പിക്കളയുവാൻ ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചിരുന്നു. And again we see chapter 2 verse 10, the Lord spoke to the fish, the Lord commanded to fish to vomit Jonah out. ദൈവത്തിന്റെ പ്രോജക്റ്റിൽ ഈ മീന് മെസ്സേജ് പോയിട്ടുണ്ട്, വിഴുങ്ങാനും പറഞ്ഞിട്ടുണ്ട്, ഛർദ്ദിക്കാനും പറഞ്ഞിട്ടുണ്ട്. So in the project of God, this fish has received the message from God that you need to swallow as well as vomit. അന്നേരം അത് തന്നെ ഒരു സന്തോഷ വാർത്തയാണ്. ആ പ്രശ്നത്തോട് വിഴുങ്ങാനും പറഞ്ഞിട്ട് എടുക്കാനും, പ്രശ്നത്തിലേക്ക് കയറാനും പറഞ്ഞു. ആ പ്രശ്നത്തോട് തന്നെ പറഞ്ഞു, ഇതിനെ ഒത്തിരി നാൾ ഹോൾഡ് ചെയ്യരുത്, കൊണ്ട കളഞ്ഞോണം. So the good news here is that the problem was commanded to swallow, and also the problem was asked to vomit also. So it won't be long lasting. ആ വിഴുങ്ങാൻ അകത്തേക്ക് കയറുവാൻ അനുവദിച്ച ദൈവം തന്നെ പുറത്തേക്ക് പരിക്കില്ലാതെ ഇറക്കാനും കൽപ്പിച്ചിട്ടുണ്ട്. So God, who has commanded the fish to swallow, has also commanded the fish to vomit it without causing any harm to you. മത്സ്യത്തോടും പിന്നെ പ്രവചിക്കുവാൻ കഴുതയോടും ആഹാരം കൊണ്ടുവരുവാൻ കാക്കയോടും പിന്നെ തൻ്റെ ദാസന്മാരെ തൊട്ടുപോകരുത് സിംഹത്തോടും ഒക്കെ നേരത്തെ കൽപ്പിച്ചിട്ട് ആ പ്രശ്നത്തിന്റെ മുമ്പിൽ ഇറക്കി വിടുന്നവനാണ് നമ്മുടെ ദൈവം. Our God is a mighty God who would beforehand command the fish, the crow, the donkey and also the lion to help out his people, his chosen vessels. ഇത് ഈ മീന്റെ വയറ്റിലേക്ക് യോന കയറിപ്പോയത് സത്യത്തിൽ അവർ ചീട്ടിട്ട പരിപാടിയുടെ ഭാഗമല്ല, ഇത് ദൈവിക പ്രോജക്റ്റിന്റെ ഭാഗമാണ്. The reason why Jonah had to go inside the stomach of this fish is not because they casted lot, but because it was part of the project of God. സത്യത്തിൽ ഈ പ്രോജക്റ്റിനകത്ത് അവരെയും കൊണ്ട് അവരുടെ ഒരു ചെറിയ പാർട്ട് ചെയ്യിപ്പിച്ചെന്നേ ഉള്ളൂ. അവരത് ചെയ്തത് കൊണ്ട് അവരുടെ ഭാഗമായതുകൊണ്ട് ഈ മീന്റെ വയറ്റിലോട്ട് പോയതാണ്. പ്രോജക്റ്റ് മോളിൽ നിന്ന് തന്നെയാണ്. They are just the people who cast lots. They are just part of this process of the project, but they are not the reason that he had to go inside this fish. ചിലരുടെ മുമ്പിൽ കണ്ട പ്രശ്നം ആ പിശാച് ഉണ്ടാക്കിയതും പിശാചിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് മാത്രമല്ല, അതിന്റെ പിന്നിൽ ദൈവിക റൂട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം അനുവദിച്ച ചില പ്രോജക്റ്റിന്റെ ഭാഗമാണ് എന്ന് ഈ പകൽ ഒരു ദൂതായിട്ട് പറയുക. I want to tell you as a message that the problems or the things that you are facing is just to take you to the path of your destiny, of your project. എന്റെ കൂടെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. Those who believe with me just like that. എന്നുവെച്ചാൽ ഒരു നാട്ടിൽ റിവൈവൽ ഉണ്ടാക്കാൻ ദൈവത്തിന്റെ പദ്ധതി നിൽക്കുന്നതിനാൽ യോനയെ ഇത് മന്ത്രവാദി തീരുമാനിച്ച് അസ്ട്രോളജിയന്മാർ തീരുമാനിച്ച് മീനിന്റെ വയറ്റിലോട്ട് വിട്ടതല്ലടാ. ഇത് ആ ഒരു നാടിനെ ഇളക്കി മറിക്കുവാൻ, നിന്റെ അടയാളമാക്കാൻ പ്രോജക്റ്റ് സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. ചിലർ അതിന്റെ ഭാഗമായെന്ന് മാത്രമേ ഉള്ളൂ. ഈ പദ്ധതി സ്വർഗത്തിന്റെ പദ്ധതി തന്നെയാണ്. To revive a town, to bring to repentance an entire town. It was the part of God's plan and project. It was not caused because of the sorceries and astrologers' way of doing things, but it was God's നിന്റെ കുടുംബത്തിന്മേൽ സംഭവിക്കുന്നത് മന്ത്രവാദിയുടെ തീരുമാനമല്ല. നിന്റെ കുടുംബത്തിന് മേൽ സംഭവിക്കുന്നത് പൈശാചിക ലോകത്തിന്റെ പ്രോജക്റ്റിന്റെ ഭാഗമല്ല. What happens in your family? ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. ഒരു നാടിനെ തൊടേണ്ടതിന് ദൈവം in your household ഒരുക്കിയെടുത്ത പ്രോജക്റ്റ് ആണ് ഇപ്പോൾ നിന്റെ മുമ്പിലൂടെ പൊക്കോണ്ടിരിക്കുന്നത്. It's not determined by what the witchcrafts or sorcerers plan to do, but it is the plan and the part of the project to touch a town through you. ഇന്ന് പകലിൽ നിന്റെ അവയവത്തോട് അവൻ കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ മുകളിലുള്ള ആളുകളോട് അവൻ കൽപ്പിച്ചിരിക്കുന്നു. അവൻ കൽപ്പിച്ചിട്ടല്ലാതെ
നീ ആ പ്രശ്നത്തിൽ കയറിയതല്ല എന്ന് ഈ പകൽ നിന്നോട് സംസാരിക്കുകയാണ് കർത്താവ്. Lord is talking to you in this very moment that He has commanded your organs. He has commanded those who are in authority over you. He has commanded to those who are causing trouble to you. It is only because of God that this is എന്നെ happening. ഇപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കുന്ന ചിലരോട് നീ നിരന്തരമായി ശ്രമിച്ചിട്ട് നടക്കാത്തതിന് പിന്നിൽ ഏതെങ്കിലും മന്ത്രവാദികളുടെ പുറകെ അല്ല നിന്റെ ശ്രദ്ധ പോകേണ്ടത്. അവരെന്തോ വേണേലും ചെയ്തോട്ടെ. ഇതൊരു ദൈവിക പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ഇപ്പോൾ നിന്നെ അതിലേക്ക് കൊണ്ടുപോകാൻ ഇതല്ലാതെ വേറെ വഴി ദൈവത്തിന് ഇല്ലാത്തത് കൊണ്ടാണ്. You who are facing continuously problems after problems, your attention should not be, or your focus should not be upon the people who may be attempting or causing witchcraft unto you, but realize that it is the plan and the project of God to take you to the ultimate call and destination of your life. ഈ യോനയെ ഈ മീൻ അങ്ങോട്ട് വിഴുങ്ങുകയാണ്. So this Jonah was swallowed up by സത്യത്തിൽ the യോനയുടെ fish. പുസ്തകം 1:17 ഈ മീൻ എന്ന് എഴുതിയിരിക്കുന്നത് ആ എഴുതിയിരിക്കുന്ന ഭാഗത്ത് ദാഗ് എന്ന എബ്രായ ഭാഷയിലെ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാഗ് എന്ന വാക്കാണ്. ദാഗ് എന്ന് പറഞ്ഞാൽ ആൺമത്സ്യം എന്നാണ്. Jonah chapter 1 verse 17 in the term where it is written fish, the original term that is used there is dag, which is to signify male great fish. വിഴുങ്ങി കഴിഞ്ഞതിന് ശേഷം After രണ്ടാം അധ്യായത്തിൽ ഈ മീനെ കുറിച്ച് പറയുമ്പോൾ great male fish, രണ്ടാം അധ്യായത്തിൽ പറയുമ്പോൾ in the second chapter when it is again written about this, ദാഗ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. the term there used is daga. ദാഗ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗമാണ്, പെൺമത്സ്യമാണ്. In that, when you say daga, it means the fish is a female. ബൈബിളിനകത്ത് തെറ്റുണ്ടെന്ന് കണ്ടുപിടിക്കുന്നവർ ഈ വാക്യം വെച്ചിട്ട് ഇത് രണ്ടോട് ഇങ്ങനെ ഇത് മുഴുവൻ കോട്ട് ചെയ്യാറുണ്ട്. ബൈബിളിനകത്ത് ഒത്തിരി മിസ്റ്റേക്കുകളുണ്ട്. ഒന്ന് ആൺമത്സ്യമാണെന്ന് പറഞ്ഞു, പിന്നെ അത് പെൺമത്സ്യമാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇത് ബൈബിള് നമ്മൾ ഒരു പ്രൊഫറ്റിക്കൽ വ്യൂവിൽ വായിച്ചാൽ ഇത് മനസ്സിലാവത്തുള്ളൂ. ഈ ആൺമത്സ്യത്തെയാണ് അവിടെ, ഈ ആൺമത്സ്യമാണ് ദീർഘദൂരം യാത്ര ചെയ്യുന്നത്. ദൈവം ആ സൈറ്റിൽ ഈ കപ്പലിന്റെ സൈഡിൽ കൊണ്ടുവന്ന്, തർസീസിന്റെ സൈഡിൽ ആ പോയ കപ്പലിന്റെ സൈഡിൽ കൊണ്ടുവന്ന് ആൺമത്സ്യത്തെ നിർത്തി ഇത് യാത്ര ചെയ്യേണ്ടതാണ്. ഇതിനകത്തോട്ട് യോന ഇടുന്നു. യോന കയറുമ്പോൾ ഇത് പെൺമത്സ്യമായി. So you can see the people who are always trying to find mistakes in Bible, they will argue upon this point, but it is not like that. When the fish had to travel a long distance, and when Jonah was going towards the direction of Tarshish, he was dropped. In that moment, the fish was a male fish. You have to see it prophetically. And when he was swallowed up, the fish became a female fish. ഈ ആൺമത്സ്യത്തിന്റെ ഡൈജഷൻ, അതിന്റെ ദഹനത്തിന്റെ ആ രസം, അതിനെന്തോ ദഹന രസത്തിന് അത് വലിയ കൂടുതലായിട്ടുള്ളതാണ് ഈ ആൺമത്സ്യത്തിൽ. The male fishes would have the digestive juices which are very strong, and it would just digest the food very quickly. ഈ യോന ചെന്ന് കയറിയപ്പോ ആൺമത്സ്യമാണ് പെട്ടെന്ന് പെണ്ണാക്കിയതിന്റെ കാരണം ഈ പെട്ടെന്ന് ആസിഡ് ഒഴിച്ച പോലെ യോനെ പിന്നെ കിട്ടത്തില്ല. So when Jonah entered into the fish was turned into a female fish. അതുവരെ ആണായിരുന്നു. യോന കയറിയപ്പോൾ പെണ്ണായി. പിന്നെ യോന പോയി വീഴുന്നത് ഗർഭപാത്രത്തിലോട്ടാണ്. ഒരു ജീവന് കിടക്കാൻ പറ്റിയ സ്ഥലത്ത് പോയി വീഴുകയാണ്. ഘടനയിൽ വ്യത്യാസം വരുത്തി. ഇത് പറയുമ്പോ പലർക്കും വന്ന പ്രശ്നം നിനക്കത് ഗർഭപാത്രമാക്കി മാറ്റി. Many problems that are coming തകർക്കേണ്ട വിഷയം, the issues that will cause suicide, കിടക്കാനുള്ള കഴിയാനുള്ള ഗർഭപാത്രമാക്കി അവൻ മാറ്റി. gonna become the womb that will enable you to grow and to become a new person.
ഞാൻ ഇന്ന് പ്രവചിച്ചു പറയുകയാണ്. I am prophesying tonight. ദഹിച്ചു തീരാവുന്ന ആസിഡുള്ള സ്ഥലത്തോട്ട് യോന കേറുമ്പോ ചൂടുള്ള ഗർഭപാത്രമായി പെട്ടെന്ന് ഘടനയിൽ ഒരു വ്യത്യാസം വരികയാണ്. The stomach that was supposed to digest and destroy Jonah all of a sudden has been transformed into a place to become a ഞാൻ womb. പ്രവചിച്ചു പറയുന്നു, I prophesy and tell. നിന്റെ ഘടനയിൽ അവൻ ഈ മാർച്ച് മാസത്തിൽ വലിയ വ്യത്യാസം നടത്താൻ പോവുകയാണ്. ഘടനയിൽ In the components that is surrounded around you, he's gonna bring a great transformation in the month of March for നിന്റെ you. കമ്പനിയിൽ അവൻ ഘടനയിൽ മൊത്തത്തിൽ ഇളക്കി പണിയപ്പിക്കാൻ പോവുകയാണ്. Company or place where you are located, he's gonna completely turn around. ഞാൻ വീണ്ടും പറയുന്നു, നീ ആയിരിക്കുന്ന പ്രൊഫഷനിൽ മൊത്തത്തിൽ ഒന്ന് ഇളക്കാൻ പോവുകയാണ് അവൻ. I'm going to tell you again, the profession that you belong, God is gonna completely turn around this. നിന്റെ രാജ്യത്ത്, നിന്റെ കമ്പനിയിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ പൊളിറ്റിക്കലിൽ, നീയുമായി ബന്ധപ്പെട്ട സകല ഏരിയയിൽ മൊത്തത്തിൽ ഘടന ചെയ്യാൻ പോവുകയാണ്. In your nations, in your company, in your profession, in the areas where you are present, God is gonna completely turn around and transform your surroundings. കത്തിത്തീരണ്ട നിന്നെ ഗർഭപാത്രത്തിൽ കൊണ്ടിടാൻ പോവുകയാണ്. You who are supposed to be digested and perished all completely, God is going to instead take you and place you in the organ of womb. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അവന്റെ അമ്മയുടെ, ആ കുഞ്ഞിന്റെ അമ്മയുടെ ഗർഭപാത്രമാണ്. നിന്നെ ആ പ്രശ്നത്തിനകത്ത് ഏറ്റവും സുരക്ഷിത സ്ഥലത്ത് തന്നെ അവൻ സേവ് ചെയ്ത് വെക്കുകയാണ്. If you think of a child, the most protective and safe place that a child can find is the womb of his mother. എന്റെ കൂടെ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഒന്ന് നന്ദി പറയാൻ പറ്റുന്നവർ, If you can believe with me just like that, can you raise your voice and praise? ഈ മാർച്ച്, ഏപ്രിൽ, മെയ്, This March, April and May, അടുത്ത 3 മാസങ്ങൾ in the next 3 months, നീയുമായി ബന്ധപ്പെട്ട ഏരിയയിൽ, in connection എന്നെ to you, ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട ചിലരുടെ ഏരിയയിൽ ഘടനയിൽ ചേഞ്ച് വരുത്താൻ പോവുകയാണ്. Lord is gonna മൊത്തം change ഇളക്കി around, പണിയാൻ പോവുകയാണ്. transform all the surroundings and components that you are going through. നിന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അതിനകത്ത് ഗർഭപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. So that they can accommodate you, God is gonna create wombs in that place. നിങ്ങളിപ്പോൾ അത് കാണേണ്ടത് ഒരു മീനായിട്ടല്ല, നിന്റെ കമ്പനിയായിട്ട് അതിനെ കാണണം. നിന്റെ പ്രൊഫഷനുമായിട്ട് അത് നീ കേറാൻ പോകുമ്പോൾ ഇത് കത്തിത്തീരാൻ പോകുകയല്ലോ, ഇത് ഘടനയിൽ ആള് മാറാൻ പോകുകയാണ്. You have to supposed to look at it as your company, as your profession. When you enter and step into that place, you're not gonna be consumed and digested there, but it is going to become a womb for you where you are gonna live and grow. ജോസഫ്, നീ ജയിലിലേക്ക് പോകുന്നത് ഗർഭപാത്രത്തിലേക്ക് പോകുന്ന പോലാണ്. Joseph, when you are entering the prison, you are എല്ലാവരും entering പോകുന്നത് പോലല്ല. like entering into womb. ഇത് നിന്നെ കത്തിച്ച് തീർക്കാൻ പോകുന്നതല്ല, നീ മന്ത്രിയാകാൻ പോവുകയാണ്. This is not gonna consume and destroy you, but you are gonna turn into a minister. മോശ വെള്ളത്തിലേക്ക് വീഴുന്നത് മുങ്ങിച്ചാവാൻ വേണ്ടി പോവുകയല്ല, ഈ വെള്ളത്തിന്റെ പുറത്ത് വലിയ മിനിസ്ട്രി നടത്താന്ന Amen. അടയാളമാക്കാൻ കൊണ്ടുപോവുകയാണ്. Moses was dropped into the river of Nile. He's not gonna drown and be dead there, but he's gonna become the person who will minister over waters. നിന്റെ ഗതസമന നിന്റെ ഗർഭപാത്രമായി മാറും. Your Gethsemane will become the place of your അനേകർ womb. ആത്മഹത്യ ചെയ്ത, ജീവിതം അവസാനിപ്പിച്ച സ്ഥലം നീ അതേ പ്രശ്നം അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ നിനക്കിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ, ഇതിങ്ങനെ ആരാധനയ്ക്ക് വരാനൊക്കെ എങ്ങനെ സാധിക്കുന്നെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ആ പ്രശ്നം എന്റെ ഗർഭപാത്രമാണ്. People in the same circumstances സേഫ് സ്ഥലത്താണ് ഞാൻ പോയി വീണിരിക്കുന്നത്. committed suicide and finished their life. But how are you managing to smile and live your life? It is because that in this situation has become my womb. This is my safe place.
ഒരു മിനിറ്റ് കണ്ണുകൾ അടച്ച് വായുകൾ തുറന്ന് For a minute, close your eyes and open your mouth. നിങ്ങൾ തന്നെ പ്രവചിച്ചാട്ടെ, നിങ്ങളോട് തന്നെ നിങ്ങൾ തന്നെ Can you പ്രവചിച്ചാട്ടെ. prophesy to yourself? Can ആ you സാഹചര്യത്തെ prophesy? നോക്കിക്കൊണ്ട് Looking at your അടുത്ത circumstances 3 മാസത്തിനകത്ത് in the next 3 months, അതിനകത്ത് ഘടനയിൽ ചേഞ്ച് വരുത്താൻ പോകുകയാണ്. God is gonna turn around your മൊത്തം ഇളക്കാൻ circumstances. പോവുകയാണ്. God is gonna shake around നീ വിചാരിച്ചത് everything. കത്തി തീരുവെന്ന കണ്ടു നിൽക്കുന്നവരും വിചാരിക്കുന്നത് ഇപ്പോൾ ദഹിച്ചു തീരുവെന്ന Everyone is believing and watching that you കുഞ്ഞ will. അമ്മയുടെ വയറ്റിൽ കിടക്കുന്നത് പോലെ നിന്റെ സേഫ് സ്ഥലമായി അത് മാറാൻ പോവുകയാണ്. But this place is going to become a place where a child grows a womb for you. എന്നെ പാർത്ത് ഇനി என்றுം எழும்புவதில்லை എന്ന് சொல்லി അழைത്തവർ ഓ ഇനി എന്നെ നോക്കി പറഞ്ഞവർ ഇനി ഏലാൽ ഉയരുകയില്ല എന്ന് പറഞ്ഞു ചിരിച്ചവർ ஆனால் நீங்க என்னை கண்ட விதம் பெரியது என் உயர்வின் பெருமை எல்லாம் உமக்கொருவர் புரியலே ஆனாலும் நீங்க என்னை கண்ட விதம் பெரியது என் உணவின் பெருமை உமக்கொருவர் புரியலே நீ மற்றும் நீ மற்றும் பெருகணோ நீ மற்றும் பெருகணோ நீ மற்றும் இயேசுவே நீ மற்றும் பெருகணோ நீ மற்றும் பெருகணோ നീ എന്നെ ഇപ്പോൾ ഓൺലൈനിൽ കാണുന്ന ഡിസംബർ മാസവുമായി ബന്ധമുള്ള Person who is watching me from online who has connection to December month, ഡിസംബർ 19 ബന്ധമുള്ള who has connection to December 19, ജനുവരി 11 ബന്ധമുള്ള and the next person January 2 11. വ്യക്തികൾ എന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നു. 2 persons are watching me. അനേകർക്ക് അടിച്ച പ്രശ്നം നിനക്കത് ഗർഭപാത്രമാക്കി മാറ്റാൻ പോവുകയാണ്. For many this problem caused them to perish, but it is going to അടുത്ത become a 3 womb for മാസത്തിനകത്ത് you. അവൻ ഘടനയിൽ മൊത്തത്തിൽ ചേഞ്ച് വരുത്താൻ പോവുകയാണ്. In the next 3 months he's going to transform all your surroundings and components. ഞാനിപ്പോൾ കാണുന്നത് ഇതിനകത്ത് എന്റെ ശ്രോതാക്കളായിരിക്കുന്ന ചിലരുടെ മുകളിൽ നിന്ന് ഡിലേ എന്ന സ്പിരിറ്റ് ചെതറിപ്പോകാൻ പോകുന്നു. Some of you who are watching me, on top of you the spirit of delay, God is removing it from you. പൈശാചിക സംവിധാനങ്ങളുടെ ഒന്നിച്ചുള്ള ആ പ്രവർത്തനങ്ങൾ ഒരു ആർമി പോലെ താമസം കൊണ്ടുവരുന്ന ഡിലേ ആക്കുന്നത് ചിലരുടെ മുകളിൽ നിന്ന് ഇപ്പോൾ ചെതറിപ്പോകുന്നു. The army of സ്പിരിറ്റ് ഓഫ് Satan ഡിലേ ചെതറിപ്പോകുന്നു. causing delay on certain people. They are getting scattered in the name of Jesus. വീണു പോയ ഇലകളിലെല്ലാം They are getting scattered. ഉയർത്തിയത് നീ മാത്രം പെരുകണം നീ മാത്രം വളരണം നീ മാത്രം വളരണം നീ മാത്രം ഈശോയെ. മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് എന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കുടുംബത്തിന് മേൽ സ്പിരിറ്റ് ഓഫ് ഡിലേ പൊളിഞ്ഞു പോവുകയാണ്. Upon a family connected with medical field, on you, from you, the spirit of delay is going to be scattered away. രണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ഒരു സഹോദരി റൂട്ട് തെറ്റി ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട സ്ഥലത്ത് നിന്ന് അവർ കർത്താവിനാണെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് നിന്ന് കർത്താവിന്റെ കാര്യം പറയാൻ നോക്കിയാണ്. പക്ഷേ നിന്റെ വഴികൾ മുഴുവൻ അടഞ്ഞ് നിന്റെ മുമ്പിൽ ആളുകൾ മുഴുവൻ നിന്നെ തെറ്റിദ്ധരിച്ച് മറ്റൊരു സ്ഥലത്ത് നിനക്ക് ഒരിക്കലും പുറത്ത് ഫേസ് കാണിക്കാൻ പറ്റാത്ത എവിടെ പെട്ടുപോയതുപോലെ നിൽക്കുന്ന ഒരു സഹോദരിയെ പരിശുദ്ധാത്മാവ് യോനെ അടയാളമാക്കിയതുപോലെ നിന്റെ തർസീസിലോട്ടുള്ള യാത്ര ക്ലോസ് ചെയ്യിപ്പിച്ച് വീണ്ടും
നിന്റെ ബുദ്ധിയിലുള്ള സംവിധാനങ്ങളെ കെട്ടിക്കൊണ്ട് ആത്മാവിന്റെ കൂടെ ചലിക്കാൻ വിളിക്കുകയാണ്. നിന്റെ മുമ്പിൽ അടുത്ത നിന്നെ കുറിച്ചുള്ള വലിയ ദൈവിക പ്രോജക്റ്റ് തന്നെ തുറന്നു വരുന്നു. A sister who is watching me, who has dedicated her life for doing the ministry of God, but unfortunately you have mistaken in your route and you are in a place where you are in a difficult situation, but God is bringing you out of your journey of Tarshish to the right direction of which God has called you upon the God's project. എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ എന്നാലും എന്നെ നീ കണ്ടതോ അതിശയം എന്നുണർവിൻ പുകഴ്ചയല്ല നിനക്കൊരുവന് മാത്രമേ എങ്കിലും എന്നെ നീ കണ്ടതോ അതിശയോ கிருபை வேற்றுமே உந்தன் கிருபை போதுமே உந்தன் கிருபை இல்லாமல் நான் ஒன்றுமில்லையே உந்தன் கிருபை வேற்றுமே உந்தன் கிருபை போதுமே உந்தன் கிருபை இல்லாமல் நான் ஒன்றுமில்லையே. ഈ സത്യത്തിൽ ദൈവത്തിന്റെ വഴി കണ്ടാൽ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. It is not necessary to realize the way of God in the first instance. ആദ്യത്തേത് ചിലപ്പോൾ നമുക്ക് അതിനകത്ത് 1000 ചോദ്യം ചോദിക്കാവുന്ന വിധത്തിൽ ദൈവത്തിന്റെ വഴി നമ്മുടെ മുമ്പിൽ 1000 ചോദ്യങ്ങൾ വെക്കാവുന്ന വിധത്തിൽ ആയിരിക്കും, ഉത്തരമില്ലാത്ത വിധത്തിലായിരിക്കും ദൈവത്തിന്റെ വഴികൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നു. When the way of God appears before us for the first time, we will have around thousands of questions which wouldn't have any answer to it. പറ്റുമെങ്കിൽ അടുത്തിരിക്കുന്ന ഇത് ഒരു പ്രവചനം പോലെ ദൈവത്തിന്റെ വഴി കണ്ടാൽ നിന്റെ കൊച്ചു ബുദ്ധിക്ക് മനസ്സിലാവത്തില്ലെന്ന് തന്നെ പറഞ്ഞാൽ Tell the nearby person that when you see the way of God, your small mind cannot comprehend it. യോനയെ കൊണ്ടുപോവുകയാണ് ഈ മീന്. Jonah is carried away by this fish. എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, എങ്കിലും ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ അത് വീണ്ടും ഓർക്കുന്നത് കൊണ്ട് പറയുകയാണ്. I do not know if I have said this before, because I'm getting reminded of it. I'm going to repeat it ഇതുപോലെ here. ദൈവം അടയാളമാക്കിയ ഒരു കുടുംബമാണ് പെസഹയ്ക്ക് വേണ്ടി യേശുവിന് വീട് ഒരുക്കി കൊടുത്ത വീട്. In the same way, a family who became a sign is the family that prepared their house for the Passover feast. യേശു 2 പേരെ അയക്കുകയാണ്. Jesus is sending 2 persons. അവരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ കുടത്തിൽ വെള്ളവുമായി ഒരു പുരുഷൻ നിങ്ങൾക്കെതിരെ പെടും. അവനോട് ചെന്ന് ചോദിക്കണം, ഈ മശിഹയ്ക്കുള്ള പെസഹ ഒരുക്കിയ വീട് സ്ഥലം കാണിച്ചു തരുവാൻ അവൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. Disciples were instructed that when you enter the town, you will see a man carrying a pot which is full of water towards a house. യേശുവിനെ സത്യത്തിൽ യേശുവിന്റെ ശുശ്രൂഷ സമയത്ത് യേശുവിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ യേശുവിനെ ശുശ്രൂഷിച്ച ഇങ്ങനത്തെ ഒത്തിരി വമ്പൻ പാർട്ടികളുണ്ട്. And
during the time of the ministry of Jesus, without expecting anything back from Jesus, there were such great people who were prepared to minister him. ഈ പെസഹായുടെ അപ്പം എടുത്തിട്ട് ഞാൻ മശിഹയാണെന്നും പറഞ്ഞുകൊണ്ട് വാഴ്ത്തി നുറുക്കിയാൽ കൊന്നുകളയുന്ന പോലത്തെ തെറ്റാണ്. അതിനുവേണ്ടി ഒരുത്തൻ വീട് ഒരുക്കി വെച്ച് യേശുവിന്റെ ടീമിനകത്തൊന്നും ഇല്ല. ഏതാ അവന് ഈ മശിഹയും യേശുവിനെയും യേശുവിന്റെ രഹസ്യ ശിഷ്യനോ അല്ല യേശുവിനെ രഹസ്യമായി ഫോളോ ചെയ്യുന്ന ആളോ ആയിരുന്നു. അവൻ വീട് റെഡിയാക്കിയിട്ട് ഇരിക്കുകയാണ് യേശുവിന്റെ വരവും കാത്ത്. അവൻ യേശുവിന്റെ ടീമിന്റെ ഭാഗമല്ല. ശിഷ്യന്മാർ പോലും അന്നേരമാണ് അറിയുന്നത്. So this person who has prepared his room for Jesus to celebrate the Passover feast is actually playing with his life. None of the disciples who were with Jesus could not do the same, because it's such a dangerous thing to do in the Jewish community. യേശുവിന്റെ ശരീരം മരിച്ചതിന് ശേഷം പോയി ചോദിച്ച ആ മന്ത്രി, ധനവാനായ മന്ത്രി, ഇവൻ ചെന്ന് അവന്റെ സ്വാധീനം ഉപയോഗിച്ച് ആ ശരീരത്തെ ഇങ്ങ് തരാൻ പറഞ്ഞു. So after Jesus was crucified and when the body was about to get buried, this rich disciple went and used his influence to receive the body of Jesus. ഈ സത്യത്തിൽ ഈ അമ്മായിമ്മ സൗഖ്യമാകുമ്പോൾ മിനിസ്ട്രിക്ക് ഇറങ്ങിയതാണ്. സൗഖ്യവും മീൻ കുറച്ച് കിട്ടിയപ്പോൾ മിനിസ്ട്രിക്ക് ഇറങ്ങിയ ആളാണ് പത്രോസ്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. Peter, if you look at his backstory, you will see that he went out to become disciple was because his mother-in-law was healed, and when his boat was filled with fishes. ഒരു സൗഖ്യമോ ഒരു നന്മയോ ഒക്കെ കിട്ടുമ്പോൾ it's easy. ഈസിയാണത്. It's easy to follow Jesus when you have a goodness done to you or a miracle done to you. എന്നാൽ അവർ ഒന്നും തന്നെ ഇവിടെ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ, but without expecting anything in return, ഈ ശരീരത്തെ ശുശ്രൂഷിച്ച ഒത്തിരി പേർ ബൈബിളിൽ കാണാം. we will see in Bible many who ministered the body. ഈ മന്ത്രിയുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത് ഡെഡ് ബോഡിയാണ്. This minister has in front of him a dead body. ഇതിൽ നിന്ന് നീ ഒരു അത്ഭുതം പ്രതീക്ഷിക്കണ്ട. He cannot expect any more miracles from this dead body. ഈ മന്ത്രി ഒരിക്കലും ഒരു അത്ഭുതം കിട്ടുമെന്ന് വിചാരിച്ചല്ല ഈ ബോഡി ഇപ്പോൾ ശുശ്രൂഷിക്കാൻ പോകുന്നത്. The minister is not trying to minister the body because he is expecting a miracle. അപ്പം നുറുക്കത്തില്ല, അമ്മായിമ്മയുടെ പനി മാറ്റത്തില്ല, മൂടത്തിനെ ചാടിക്കത്തില്ല. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബോഡി അതിനെ ശുശ്രൂഷിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. So this body will no more multiply. The bread, അവന്റെ സ്വാധീനവും അവന്റെ മന്ത്രിസ്ഥാനവും ഒക്കെ വിട്ടിട്ട് അവനെ ശുശ്രൂഷിക്കാൻ വന്ന് നിൽക്കുകയാണ്. എന്നോട് കർത്താവ് പറയുന്നത്, ഇന്ത്യയിൽ ഇങ്ങനത്തെ ജോസഫുമാർ രംഗത്തേക്ക് വരാൻ പോവുകയാണ്. ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. Lord is telling me that such Josephs are gonna rise up in this place who are not expecting anything in return. യേശു മരിച്ചെന്നറിഞ്ഞപ്പോൾ എല്ലാം 4 വഴിക്ക് ഓടി. ആ സമയത്ത് പോയി യേശുവിന്റെ ആളാ ഞാനെന്ന് പറഞ്ഞാൽ പിടിച്ച് അറസ്റ്റ് ചെയ്യും. വേണ്ട, ആ സമയത്താണ് മന്ത്രി എന്നെ ഇപ്പോൾ ഈ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ലക്ഷ്യം ഇതാണെന്ന്, പർപ്പസ് ഇതാണ് എന്ന് മനസ്സിലാക്കിയവൻ നേരെ കൊട്ടാരത്തിൽ പീലാത്തോസിന്റെ അരമനയിലേക്ക് കയറിയിരിക്കുകയാണ്. തരണം, ആ ശരീരത്തെ എനിക്ക് തരണം. When all disciples went away, ran away from Jesus, if they had stayed back, they would have been arrested. But here, this minister who knew that I have been brought to this position for this moment to minister the body, he enters the room of Pilate and asks him, "Give me this body." ഒരു മിനിറ്റ് വോയിസ് ലൈവിൽ ഒന്ന് കട്ട് ചെയ്യാമോ?
ഞാൻ ആ ഭാഗം ഇച്ചിരി കൂടെ പറയണമെന്നിട്ട് എൻ്റെ അതിനകത്ത് ബൈബിളിൽ നിന്ന് വചനത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം അതുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിക്കുന്നു. In connection to that, God is talking a lot of things from Bible. കാരണം നീ ആ ഫെയ്ത്തിൽ തന്നെ, Because you are supposed to walk in faith. സഞ്ചരിക്കണമെന്നാണ് ദൈവത്തിന്റെ പദ്ധതി. It is the plan of God that you must walk in faith itself. ഈ യോന ഈ സത്യത്തിൽ അവിടെ യോനയെ മീൻ കൊണ്ടുവന്ന് അവിടേക്ക് തുപ്പിക്കളയുമ്പോൾ സത്യത്തിൽ ഇതിനകത്ത് ദൈവികമായ ഒരു പ്രോജക്റ്റ്. So when the fish vomited Jonah in that shore, in connection to the divine project, ഈ നിനവയുമായി ബന്ധപ്പെട്ട്, in connection to Nineveh, ഈ നിനവയുടെ ദൈവം എന്ന് പറയുന്നത് മത്സ്യമാണ്. the god that they worshipped is fish. നൻഷി എന്ന് പറയുന്ന ഒരു മത്സ്യദേവതയാണ് ഈ ടൗണിന്റെ ദൈവം, ഈ സ്ഥലത്തിന്റെ ദൈവം. So the god whom they worshipped, his name was Nanshi, and he is form of fish. അതിനകത്ത് നിനവെ എന്ന ആ സ്ഥലം നൂനോ എന്ന് പറയുന്ന ഒരു പേരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നൂനോ എന്ന് പറഞ്ഞാൽ ഫിഷ് ടൗൺ എന്നാണ്. And the town Nineveh was derived from the term Nuno, and the term Nuno means fish town. നിനവക്കാര് മീനെ ദൈവമായും സ്ഥലത്തെ ഫിഷിന്റെ ടൗണായും അനൗൺസ് ചെയ്തിട്ടിരിക്കുന്നവരാണ്. So Nineveh is the place which has called fish as a god, and as well as their place as the fish town. അവരുടെ നാട്ടിൽ ഒരു കഥ, ആ നാട്ടിൽ ഒരു കഥ പ്രചരിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ അതൊരു മണ്ടൻ കഥ പോലെ അവിടെ പ്രചരിപ്പിച്ചേക്കുന്നതാണ്. അവരുടെ കഷ്ടകാല സമയത്ത് അവരുടെ ഈ നൻഷി പ്രത്യക്ഷമാകും. ഈ മീൻ ദേവത പ്രത്യക്ഷമായി അവരെ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. And there is this story which is prevalent among the people of Nineveh. It is this, that in the time of trouble, this god Nanshi will appear before them. എന്ന് വെച്ചാൽ അവരുമായി ബന്ധപ്പെട്ട് ഒരു കഥ അവിടെ പ്രചരിച്ചേക്കുകയാണ്. അവർക്ക് മുമ്പിൽ അവരുടെ മത്സ്യദേവത പ്രത്യക്ഷമാകും. So this is the story they have been believing, that in ഈ കഥ അവിടെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. and everyone in that place knew that this god will be appearing before them. എന്റെ ഭാഷ പറഞ്ഞത് ഇങ്ങനെ ഒരു കെട്ടുകഥ അവിടെ പ്രചരിക്കുന്നുണ്ട്. So in our language, if I say it, a ആ false നാട്ടുകാരുടെ story was told കെട്ടുകഥയെ again. തന്നെ ദൈവം ഒരു അത്ഭുതത്തിന് എടുക്കാൻ പോവുകയാണ്. So the same fable that the town people would speak അവർ among നോക്കി themselves, God is നിൽക്കുമ്പോൾ using for ഒരു miracle. മത്സ്യകൻ, ഒരു വലിയ കടൽ മത്സ്യം ഈ അവരുടെ ദേവതയോട് സാമ്യമുള്ള, അതിന്റെ പിക്ചറുകളോട് സാമ്യമുള്ള ഒരു മീൻ ആ കരയിൽ വന്ന് ഒരു മനുഷ്യനെ തുപ്പിക്കളയുകയാണ്. So while they are just waiting for this, the story is been used by God, and we see this big fish coming to their shore and vomiting this man. ഈ മനുഷ്യനെ തുപ്പിക്കളയുമ്പോൾ കണ്ടു നിന്നവർ പറഞ്ഞു, നമ്മുടെ മത്സ്യദേവത കൊണ്ടെത്തന്ന മത്സ്യദേവതയിലൂടെ പ്രത്യക്ഷനായ ദൈവത്തിന്റെ ആളാണ് ഈ വന്നിരിക്കുന്നത്. So those people who watched this vomiting of Jonah from the fish, they said that, behold, God, our God has sent this man for us. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അന്നേരമാണോ നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് ഉപവസിക്കണമെന്നൊക്കെ അവരോട് പറയുന്നത്? നാട് മൊത്തം ഇതങ്ങ് ഏറ്റെടുത്തു. സത്യത്തിൽ എവർ മത്സ്യദേവതയുടെ ആന്ന് പറഞ്ഞാ ഇരുന്നത്. പക്ഷെ ഈ യോനയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതൊരു പിന്മാറ്റ യാത്രയാണ്. കറങ്ങിത്തിരിഞ്ഞ് യവന്മാര് പറയുന്ന കഥ പോലല്ല കഥ. പക്ഷേ അവർക്ക് മുമ്പിൽ തിരിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. രാജാവ് മുതൽ കൊട്ടാരം മുതൽ കുടില് വരെ മാനസാന്തരത്തിൽ
ഇതിനകത്തിരിക്കുന്ന ചില അബദ്ധങ്ങളെ വലിയ അത്ഭുതമാക്കി മാറ്റും. So here we see Jonah knows the real story, the backstory, that he was returning back from his backsliding, but they thought that this is God sending to them this man to speak their message. ഒന്ന് രണ്ട് പേരെങ്കിലും തൊട്ട് നിന്റെ മണ്ടത്തരങ്ങളെയും അബദ്ധങ്ങളെയും വലിയ അത്ഭുതമാക്കി മാറ്റും. Your mistakes, your foolishness, God is going to turn into a great miracle. എന്റെ കൂടെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന, Those who believe with me just like that. വലിയ ദേവതയും ദേവതയുടെ പ്രത്യക്ഷതയൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ചില നാടുകളിൽ ആ ടൈമിങ്ങിൽ അബദ്ധം പറ്റി നീ കയറി ചെല്ലാൻ പോവുകയാണ്. Towns that are waiting the appearance of great gods and their gods, you in that season will enter into എന്റെ that കൂടെ അങ്ങനെ town. തന്നെ വിശ്വസിക്കുന്നവരെ കരവന്ന് അടിച്ച് Those who believe with me എന്റെ just like അത്ഭുതങ്ങളെ that, ദൈവം വലിയ Clap your hands. എന്റെ മണ്ടത്തരങ്ങളെ വലിയ അത്ഭുതങ്ങളുടെ പ്ലാറ്റ്ഫോം my ആക്കി foolishness എന്റെ God is കർത്താവ് going to turn മാറ്റുമെന്ന് into വിശ്വസിക്കുന്നവർ great കരം platform. അടിച്ചോണ്ട് കർത്താവിനെ ഒരു മിനിറ്റ് ഒന്ന് സ്തോത്രം ചെയ്താൽ, Clap your hands and for a minute thank Lord Jesus. കരം അടിച്ചോണ്ട് For a minute clap your hands. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട് 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 എന്റെ അത്ഭുതം വരുന്നുണ്ട് 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 എന്റെ അത്ഭുതം വരുന്നുണ്ട് ഓ വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട് കുരുടനു കാഴ്ച ലഭിച്ചതുപോലെ സൗഖ്യം വരുന്നുണ്ട് കുരുടനു കാഴ്ച ലഭിച്ചതുപോലെ സൗഖ്യം വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നു വിശ്വാസത്തോടെ വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം ലഭിച്ചതുപോലെ ആഹാരം വരുന്നുണ്ട് ഏലിയാവിനപ്പം ലഭിച്ചതുപോലെ ആഹാരം വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട് വിശ്വാസത്തോടെ യോസേഫ് മാനിക്കപ്പെട്ടതുപോലെ ഉയർച്ച വരുന്നുണ്ട് യോസേഫ് മാനിക്കപ്പെട്ടതുപോലെ ഉയർച്ച വരുന്നുണ്ട് യോസേഫ് ഉയർച്ച വരുന്നുണ്ട് യോസേഫ് മാനിക്കപ്പെട്ടതുപോലെ ഉയർച്ച വരുന്നുണ്ട് 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 എന്റെ അത്ഭുതം വരുന്നുണ്ട് 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 എന്റെ അത്ഭുതം വരുന്നുണ്ട് ആമേൻ. ഈ 2006 സമയങ്ങളിൽ 2004, 5, 6 സമയങ്ങളിൽ In the years 2004, 5, 6, ഞാൻ ഈ ഹെവൻലി ഫീസ്റ്റിന്റെ ആരാധനയിൽ പങ്കെടുക്കുന്ന സമയങ്ങളിൽ these are the years when I attend the services of Heavenly Feast Church. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ When the service was running, അന്നേരം ഈ തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്ന സമയങ്ങളിൽ in the time when Thomas Kuti brother നിങ്ങൾ was നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന സമയങ്ങളിൽ when he was ministering, അന്നേരം അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്, when he would say in this way, പലരും അത്ഭുതങ്ങൾ കാണുമ്പോൾ ഞങ്ങളെ വലിയ ദിവ്യന്മാരായി നോക്കും. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന വാചകമാണ്, അതുപോലെ ഞാൻ പറയണം, ഞങ്ങളുടെ അവസ്ഥ ശിക്കാരി ശംഭുവിന്റെ അവസ്ഥയാണ്. ഇത് എങ്ങനെയൊക്കെയോ നടന്നു, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല. when many സത്യത്തിൽ miracles യോനയുടെ happened, പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്.
ആള് പിന്മാറ്റത്തിലാണ്, മീനാണ് വിഴുകിക്കൊണ്ട് വരുന്നത്, തുപ്പുന്നത്. പക്ഷെ നാട്ടുകാർ നോക്കിയപ്പോൾ അവരുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള കഥയുടെ വെളിപ്പെട്ട് നിൽക്കുന്ന ആ കഥ വെളിപ്പെട്ട് ഞാൻ ഇത് പറയുമ്പോൾ അന്നേരം അദ്ദേഹം പറയുമായിരുന്നു ഇത് അങ്ങനെ ആണെന്ന് അടുത്തിരിക്കുന്നവരോടൊക്കെ ഒന്ന് പറയാം. ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞിരുന്നു, എൻ്റെ ശുശ്രൂഷ പ്ലാൻ ചെയ്ത് പർപ്പസായി പോയി ചെയ്യുന്നതല്ല, ഇത് ശിക്കാരി ശംഭുവിൻ്റെ പോലെ അടിച്ചു കയറുമെന്ന് 2006-05 പറയുമായിരുന്നു. അന്നേരം ഈ വിശ്വാസ പ്രഖ്യാപനത്തിന് വല്ല കാര്യമുണ്ടോ? 2000 വോയിസ് ഒന്ന് കട്ട് ചെയ്തോ, ഇത് പോകാതിരിക്കും. ഇന്ത്യയിലെ ചില ജയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ടീം മൊത്തം നിന്റെ സൈനായി സ്വീകരിക്കാൻ പോകും, അടയാളമായി സ്വീകരിക്കാൻ പോകും. You are going to be ഒന്ന് രണ്ട് പേരോടെങ്കിലും തൊട്ടിട്ട് പറ, ഒരു നാട് മുഴുവൻ, ഒരു ദേശം മുഴുവൻ നിന്നെ സൈനായി വിളിക്കാൻ a പോകും. nation will receive you as a sign. നിന്റെ ജയത്തെ Your victory, ഒരു ടീമിന്റെ ജയമായി സൈനായി എടുക്കാൻ they're പോകുക. gonna receive it as a victory of their team, as a sign. നീയാണ് അതിന്റെ അടയാളം. You are its sign നീ അതിനകത്ത് കാലുകുത്തിയത് കൊണ്ട് because you have stepped into it. സംവിധാനങ്ങൾ മുഴുവൻ അത്ഭുതത്തിലേക്ക് പോകുകയാണ്. Every component and institution of that place will become miracle. നിന്റെ അബദ്ധങ്ങളെ അത്ഭുതമാക്കി മാറ്റും. Your foolishness and mistakes will become miracles. നാമത്തിൽ പ്രാർത്ഥിക്കുക. Pray in the name of ഇന്ന് പകലിൽ Jesus. ചിലരുടെ മേൽ ഇത് തന്നെ സംഭവിക്കട്ടെ കർത്താവേ. Lord, let the same thing happen upon people. കണ്ണുകൾ അടച്ച് വായുകൾ തുറന്ന് ഒരു മിനിറ്റ് ദൈവത്തെ Close സ്തുതിക്കും. your eyes and for a moment pray to Lord.
Shekhala bara kathara shandara. Ukhala bara dekhe duri preke. Lebraga dura Diya shathana bara kula gadura. bara sikhe duri. Lebraga dura. Hauda diya. കർത്താവേ, ഞങ്ങളെ ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Those who are watching us online, we want അതിനു to മുമ്പ് pray for. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ പോകുന്ന This is സമയമാണ്. a time when we are going ഞാൻ to നിങ്ങൾക്ക് give വേണ്ടി to the പ്രാർത്ഥിക്കാൻ kingdom പോകുകയാണ്. of God. കർത്താവിന്റെ രാജ്യത്തിന് കൊടുക്കാൻ പോകുന്ന Take സമയമാണ്. what is in your hand to give into the കർത്താവേ, kingdom ഞങ്ങൾ of ഇതിനെ അനുഗ്രഹിക്കുന്നു. Lord. We bless this thing. 100 മേനി കൊയ്ത്ത് ഉണ്ടാകട്ടെ. Make it 100-fold message. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. വേഗത്തിൽ Quickly. സന്തോഷത്തോടെ കൊടുക്കാൻ കഴിയുന്നവർ കൊടുത്താട്ടെ. കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ. എന്റെ അത്ഭുതം വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ട്. എന്റെ അത്ഭുതം വരുന്നുണ്ട്. യോനെ അടയാളമാക്കിയതുപോലെ അടയാളമാക്കിയിടുവേ. യോനെ അടയാളമാക്കിയതുപോലെ അടയാളമാക്കിയിടുവേ. വരുന്നുണ്ട്, വരുന്നുണ്ട്. എന്റെ അത്ഭുതം വരും. വിശ്വാസത്തോടെ വരുന്നുണ്ട്, വരും. എന്റെ അത്ഭുതം വരുന്നു. ഓ, വരുന്നുണ്ട്, വരുന്നുണ്ട്. എന്റെ അത്ഭുതം വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ട്. യോനെ അടയാളമാക്കിയതുപോലെ, യോനെ അടയാളമാക്കിയതുപോലെ ഞാൻ അടയാളമായിടുമേ. ഓ, യോനെ അടയാളമാക്കിയതുപോലെ ഞാൻ അടയാളമായിടുമേ. വരുന്നുണ്ട്, വരുന്നുണ്ട്. എന്റെ അത്ഭുതം വരും. വരുന്നുണ്ട്, ദാവീദ് യുദ്ധം ജയിച്ചതുപോലെ വിജയം വരുന്നുണ്ട്. ദാവീദ് യുദ്ധം ജയിച്ചതുപോലെ വിജയം വരുന്നുണ്ട്. വരുന്നുണ്ട്, എന്റെ അത്ഭുതമോ വരുന്നുണ്ട്. യോസേഫ് മാനിക്കപ്പെട്ടതുപോലെ വരുന്നുണ്ട്. യോസേഫ് മാനിക്കപ്പെട്ടതുപോലെ എൻ ഉയർച്ച വരും. വിശ്വാസത്തോടെ വരുന്നുണ്ട്, വരുന്നുണ്ട്. എന്റെ അത്ഭുതം വരുന്നുണ്ട്. വരുന്നുണ്ട്, വരുന്നുണ്ട്. എന്റെ അത്ഭുതം വരുന്നുണ്ട്. ഓ, അബ്രഹാം അനുഗ്രഹമായതുപോലെ അനുഗ്രഹം വരുന്നുണ്ട്. വിശ്വാസത്തെ കണ്ടുകൊണ്ട് വരുന്നുണ്ട്. ഈ മാസം എന്റെ അത്ഭുതം തീരുന്നതിന് മുൻപ് തന്നെ വരുന്നുണ്ട്, വരുന്നുണ്ട്. എന്റെ അത്ഭുതം വരുന്നുണ്ട്. ഓ, വരുന്നുണ്ട്, വരുന്നുണ്ട്. എന്റെ അത്ഭുതം വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ട്. വരുന്നുണ്ട്, വരുന്നുണ്ട്. എന്റെ അത്ഭുതം വരുന്നുണ്ട്. ഹല്ലേലൂയ. നഷ്ടങ്ങളെ ലാഭമാക്കാൻ അത്ഭുതം ചിലർക്ക് വേണ്ടി വരികയാണ്. Amen. Miracle is coming to turn your losses into profit. വിഷ്ണു ബ്രദർ, ആ പിതാവിന്റെ അടുത്ത് ഒന്ന് കരമുയർത്താം. ഇവിടെ പാടിയ പാട്ട് തന്നെ ഒരു പ്രവചനം പോലെ പറയുകയാണ്. Just as we prophesy, sung the ദൈവത്തിന്റെ song, അത്ഭുതകരം, God's miraculous hand. അത്ഭുതങ്ങളുടെ സമയം ദൈവം നിങ്ങളുടെ മുകളിൽ ആരംഭിക്കുകയാണ്. Lord is beginning a time of miracles for you. നഷ്ടങ്ങളെ അവൻ ലാഭമാക്കി തരും. What you have lost, God is gonna turn it into a
gain. നിർത്തിയിടത്തുനിന്ന് ദൈവം ചിലതിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ പോകുകയാണ്. Where you had to stop, God is going to again restart from that place. നിനവയ്ക്ക് പോകണ്ട യോന തർശീശിലേക്ക് പോയിടത്തുനിന്ന് തിരിച്ച് നിനവയ്ക്ക് കൊണ്ടുവന്നതുപോലെ എന്തോ അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് വിളിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുകയാണ്. Just as Jonah, who was supposed to Nineveh, had gone to Tarshish, from there he was returned back to Nineveh. In connection to your calling, God is going to do that for you. പരിശുദ്ധാത്മാവിനോട് ഈ പകൽ അങ്ങനെ തന്നെ നിങ്ങളെ നോക്കിക്കൊണ്ട് പറയാൻ പറയുന്നു. Holy Spirit is telling me this moment to tell you just like that. നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ മേൽ സൗഖ്യം നടക്കുന്നു, വേറൊരാളുടെ മേൽ നഷ്ടങ്ങളെ തുള്ളനും പച്ചപ്പുഴുവും വെട്ടിക്കിളിയൊക്കെ തിന്ന് ശേഷിപ്പിച്ചതിനെ ദൈവം നിനക്ക് ഈ വർഷത്തിൽ മടക്കി തരാൻ പോകുന്നു. One of your family members is going to be healed. Another person who has gone through losses which you have experienced, God is going to നമ്മുടെ restore വീട്ടിൽ it back ആരെങ്കിലും to. കർത്താവിന്റെ വേലയുമായി ബന്ധപ്പെട്ട് ചെയ്തവരോ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ വല്ലതും ഉണ്ടോ? ഞാനും ചെയ്യുന്നുണ്ട്, എൻ്റെ മോനും ചെയ്യുന്നുണ്ട്. ആരാ? ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ മകനും ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ വേലയിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇന്നലെയും ഉണ്ടായിരുന്നു. ആർക്കാണ് ഈ ബിൽഡിംഗ് പോലെ ബിൽഡിങ്ങും ലാൻഡ് അങ്ങനത്തെ റെന്റിന് കൊടുക്കുകയോ അങ്ങനത്തെ പണിയുമായി ബന്ധപ്പെട്ട ആരാണ്? അത് രണ്ടാമത്തെ മോനാ, മകനാണ്. രണ്ടാമത്തെ മകൻ. ഞാൻ കാണുന്ന സമയത്തെ സമ്പത്തിനെ നഷ്ടപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് ജയകരമായ സൈനിലേക്ക് നിന്റെ കുടുംബത്തെ മൊത്തം കൊണ്ടുപോകാൻ പോകുന്നു. I see that the place where your time and your wealth that has been lost, God is going to make you victorious and make your family a sign. സെപ്റ്റംബർ മാസം, ഈ വരുന്ന സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് മുമ്പിൽ ഭൗതിക തലവുമായി ബന്ധപ്പെട്ട് ഭൗതികതയുമായി ബന്ധപ്പെട്ട് വലിയൊരു വാതിൽ ദൈവം തുറന്നു തരും. In the coming September month, God is going to open a great door in connection to wealth. പരിശുദ്ധാത്മാവിന്റെ കൂടെ സഞ്ചരിക്കാൻ കർത്താവ് ആവശ്യപ്പെടും. Holy Lord is asking you to walk very closely with Holy Spirit. ലൈവ് ഉണ്ടോ? ഓക്കെ, ഓൺലൈനിലുള്ളവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് Father, we together pray. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി We പ്രാർത്ഥിക്കുക. pray for those who are watching us online. കർത്താവേ, ഇതിനകത്ത് രോഗികളായിട്ടുള്ളവരെ കർത്താവ് സൗഖ്യമാക്കണം. Lord, those who are sick, please heal them. കർത്താവേ, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തൈറോയിഡുകൾ സൗഖ്യമാകട്ടെ. When we pray here, Lord, heal those who are suffering with ഞങ്ങൾ ഇവിടെ thyroid. പ്രാർത്ഥിക്കുമ്പോൾ ഹാർട്ടിന്റെ കംപ്ലൈന്റുകൾ സൗഖ്യമാകട്ടെ. When we pray here, Lord, those who have complained in their heart, let them be healed. മനസ്സ് മടുത്തുപോയ ഇനിയും കർത്താവിന്റെ പുറകെ കർത്താവിനെയും കർത്താവിന്റെ കാര്യങ്ങളെ ഇഷ്ടമാണ് എന്ന ചില മനുഷ്യർ കാരണം മനസ്സ് മടുത്തുപോയ ചില ജോനമാരെ കർത്താവ് അവന്റെ പദ്ധതിയുടെ നിനവയിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാൻ പോകുന്നു. Jonas who have been disheartened because of the behavior of men, Lord is going to take them back to the purpose and plan. നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. We pray in the name of Jesus. കർത്താവേ, ഇതിനകത്ത് എക്സാമുകളുമായി ബന്ധപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. We pray for those who are going to write exams. വലിയ ജയങ്ങളെ ദൈവം കൊടുത്തതിന് Lord, നന്ദി. give them great victory. ജ്ഞാനത്തിന്റെയും ജയത്തിന്റെയും ദൈവദൂതന്മാർ ഇവർക്ക് സഹായത്തിനായി ഇറങ്ങട്ടെ. Lord, let the angels who are connected with wisdom and victory, let they go and help them in Jesus' name. ഇതിനകത്ത് ചില ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ചില ശുശ്രൂഷകന്മാരുടെ അകക്കണ്ണ് ആത്മദൃഷ്ടി പ്രകാശിക്കട്ടെന്ന് I പ്രാർത്ഥിക്കുന്നു. pray that the ministers who are watching me, let their inner eyes be lightened up. ഈ വചനത്തിന്റെ വലിയ നിധികൾ ചിലരുടെ മുമ്പിൽ തുറന്നു വരട്ടെന്ന് Let the great പ്രാർത്ഥിക്കുന്നു. treasures of word be opened before some. അങ്ങനെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. Pray just like that. അതിന്റെ സത്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുവാൻ കർത്താവ് കൃപ കൊടുത്താട്ടെ. Give them the grace that they may stand for their truth. ഇപ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബിസിനസ്സുകാരെ,
പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടവർ, ഇത് രണ്ടിനകത്ത് നിൽക്കുന്ന, ലൈവിൽ നിൽക്കുന്ന ചിലർക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ കരം ദൈവം നീട്ടണമേ. Lord, stretch അടുത്ത forth your 3 hand. മാസത്തിനകത്ത് ഇവരുടെ ജീവിതത്തിൽ ഒരു അടയാളം, യോനയാക്കിയതുപോലെ ഇവരെ അടയാളമാക്കണമേ. 2025-26 ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ഈ ഇന്ത്യയിൽ അടയാളമായി എഴുന്നേറ്റ് വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. Let them become signs for India, Lord.